3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് ആദ്യഘട്ടത്തിൽ ബി.ജെ.പി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറുക. തിരുവനന്തപുരത്ത് ശ്രീ ഒ രാജഗോപാൽ, എറണാകുളത്ത് ശ്രീ എ.എൻ. രാധാകൃഷ്ണൻ, കാസർഗോഡ് ശ്രീ കെ. സുരേന്ദ്രൻ. ഈ 3 പേരുകളാണ് ഇന്നത്തെ യോഗത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്നിലധികം പേരുകളുള്ള മറ്റു മണ്ഡലങ്ങളിലേക്കുള്ള സാധ്യതാ പട്ടികയും യോഗം തയ്യാറാക്കി. സംസ്ഥാന പ്രസിഡന്റ് വി. മുരളീധരനും ദേശീയ സെക്രട്ടറി പി. കെ. കൃഷ്ണദാസും മത്സരരംഗത്തുണ്ടാവില്ല. ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ പരിഗണിച്ചുവെങ്കിലും തൃശൂരിൽ മത്സരിക്കാനാണ് താൽപ്പര്യമെന്ന് അവർ യോഗത്തെ അറിയിച്ചു. പത്തനംതിട്ടയിൽ അൽഫോൺസ് കണ്ണന്താനം സ്ഥാനാർത്ഥിയാവുന്നതിൽ എതിർപ്പുയർന്ന സാഹചര്യത്തിൽ സാധ്യതാ പട്ടികയിൽ പത്തനംതിട്ടയ്ക്ക് പുറമെ ചാലക്കുടിയിലും പേരുൾപ്പെടുത്തി. KVMSന്റെ അഭ്യർത്ഥന കൂടി പരിഗണിച്ച് PN വേലായുധനെ ആലത്തൂർ മണ്ഡലത്തിലെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെയും BJP പരിഗണിക്കും. ഇതിനായി വി. മുരളീധരനെ യോഗം ചുമതലപ്പെടുത്തി. AV താമരാക്ഷൻ, മുൻ കളക്ടർ CV ആനന്ദബോസ് എന്നിവരാണ് പട്ടികയിലുള്ളത്. CK പത്മനാഭൻ കോഴിക്കോട്, തൃശൂർ, MT രമേശ് വടകര കോഴിക്കോട്, PS ശ്രീധരൻപിള്ള പത്തനംതിട്ട എന്നിങ്ങനെ പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. തുടർ ചർച്ചകൾക്കായി സംസ്ഥാന അധ്യക്ഷനെ യോഗം ചുമതലപ്പെടുത്തി. ഒരാഴ്ചയ്ക്കകം സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് വി. മുരളീധരൻ അറിയിച്ചു. മീഡിയ 1 കൊച്ചി.